എടാ ഇവിടെ കരോളിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി. നീ എവിടെ? അതെ, ഈ ക്ലാരിനെറ്റ് വായിക്കുന്ന ആളെ അവൻ വേറെ ഏതോ ഒരു പരിപാടി പിടിച്ചു, ചിലപ്പം വരുത്തില്ലെന്നൊക്കെ പറയുന്നു. ആന്റണി ഉടായ്പ കാണിക്കല്. പള്ളി കമ്മിറ്റി പൈസ തന്നെ. നീ ഒരുമാതിരി ഉടായ്പ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കല്. നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. എടാ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് സമയത്തിന് എനിക്ക് ഇവിടെ വായിക്കാൻ ആളെ കിട്ടണം. അത് ക്ലാരിനെറ്റ് വായിക്കാനൊക്കെ പെട്ടെന്ന് ആളിനെ ഒപ്പിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. ആന്റണി നിന്റെ പഴയ ഉടായ്പ എന്റെ അടുത്ത് കാണിക്കല്. നീ കറക്റ്റ് സമയത്തിന് ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ എങ്ങനെയെങ്കിലും, ഞാൻ എവിടെ പോയാണെങ്കിലും ഞാൻ ആളിനെ ഒപ്പിച്ചോണ്ട് വരാം. ശരി 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 വാ. ശരി ശരി. എടാ ഈ ആന്റണി ആന്റണി എന്താ പറഞ്ഞു? എടാ മറ്റേ ക്ലാരന്റ് വായിക്കണവനെ കിട്ടിയില്ലെന്ന്. ക്ലാരന്റ് വായിക്കുന്നവനെ കിട്ടിയില്ലെന്നോ? പള്ളി കമ്മിറ്റി കേട്ടോ നമ്മൾ എടുത്തിട്ട് കൊടുക്കും. അവരൊന്ന് പൈസയൊക്കെ മേടിച്ചാണ്. ഇനി കിട്ടും. അവ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. കൊണ്ടുവന്നില്ല ഇടി കിട്ടും. ഇടി ഇട്ടിട്ടും കൊണ്ടുവരുമോ പൈ? അതെ അതെ. ഹലോ ഹലോ, ഒരു കാര്യം പറയാം. ഇവിടെ സ്ഥിരമായിട്ട് പാപ്പാന്റെ വേഷം ചെയ്യണത് ഞാനാണല്ലോ. ആണ്. അപ്പൊ ഇത്തവണ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ വീട്ടിൽ മുഖം മൂടി ഇട്ട് ഡാൻസ് കളിക്കും. നീയൊക്കെ മുഖം കാണിച്ച് നിന്ന് ഷൈൻ ചെയ്യും ഓരോ പെമ്പിളിടയിലും. അതുകൊണ്ടാണ്. അങ്ങനെയാടാ, നിന്റെ മുഖം കാണിക്കാത്തത് കൊണ്ടാണ് ഈ വീടുകളിൽ ചെല്ലുമ്പോൾ വല്ലതും പൈസ നമുക്ക് കിട്ടണത്. നിന്റെ മുഖം കാണിച്ച അതുപോലും കിട്ടത്തില്ലെന്ന്. എന്തൊക്കെയാലും എന്നെ കൊണ്ട് പാപ്പാനിയുടെ വേഷം കിട്ടാൻ ഇത്തവണ പറ്റത്തില്ല. അതെ, ഈ വർഷം പാപ്പാനയുടെ വേഷം കിട്ടുന്നാക്കേ 1000 രൂപ അധികം ഉണ്ടെന്നാ കമ്മിറ്റി പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടാടാ. ഞാൻ കേട്ടോ. ഞാൻ കെട്ടിക്കോളാം. അതിപ്പോ 1000 രൂപ അധികം തരുന്നുണ്ടോന്നല്ല എന്റെ ആത്മാർത്ഥത. ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങ് വേഷം കെട്ടാ. മിൽസി, ആ പാപ്പയുടെ ഡ്രസ് എടുത്തോണ്ട് വാ. അവനെ ഇന്ന് കെട്ടി റെഡിയാക്കി നമുക്ക് വിടണം. ഞാൻ ചുമ്മാ പറഞ്ഞു. പപ്പയുടെ ഡ്രസ്. ആരെ പപ്പയുടെ? എന്റെ പപ്പയുടെ ജുബയും മുണ്ടുമാണ്. ചീത്താക്കരുത്, അഴുക്കാക്കരുത്. നിന്റെ പപ്പയിലെ ഡ്രസ് എടുത്തോണ്ട് വരാനല്ല പറഞ്ഞത്. ഇടി ക്രിസ്മസ് പാപ്പയിലെ ഡ്രസ് എടുത്തോണ്ട് വരാൻ. ഒന്നായിരുന്നു പറയണ്ടേ. എടി ജൂലി, ആ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ് ഇങ്ങ് എടുത്തോണ്ട് വന്നേ. അവിടെ അങ്ങോട്ട് കൂടെ. പുതിയ ഡ്രസ്സാണ്, ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളു. അതാ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ള പുതിയ ഡ്രസ്സാ. ക്രിസ്മസ് പാപ്പാനിയുടെ ഡ്രസ് വർഷത്തിൽ ഒരിക്കലും ഇടാറുള്ളൂ. അല്ലാതെ ഡെയിലി ഓഫീസിൽ പോകുന്ന പോലെ എന്നും ഇട്ടോണ്ടൊന്നും പോകത്തില്ല. മനസ്സിലായ? അതെ, ഇന്ന് വീഞ്ഞുണ്ട്, പിന്നെ സ്പെഷ്യൽ കള്ളപ്പം ഉണ്ട് കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഷെയറും ഉണ്ട് എല്ലാരും. കാര്യം ചെയ്യാം, നമുക്ക് അകത്ത് പോയി ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയാ വീഞ്ഞ കുടിക്കാം. അതെല്ലാം വച്ചിട്ട് വരും. വീഞ്ഞൊക്കെ കുടിച്ച് അപ്പൊ കിടക്കാം. വച്ചിട്ട് എല്ലാരും വാ വീഞ്ഞ് കുടിക്കാം. അതെവിടെ വെയ്. ഓ നശിപ്പിക്കും. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇന്നു മുതൽ നീ പാമ്പാട്ടിയല്ല. ആരാണ് നീ? നീ കേരളത്തിലും തമിഴ്നാട്ടിലും പ്രശസ്തനായ ക്ലാരിനെറ്റ് വിദ്വാനാണ്. ക്ലാരിനെറ്റ് വായിക്കുന്ന ഒരാളാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീ പാമ്പാട്ടിയാണെന്ന് ഒരു സംശയം അവന്മാർക്ക് തോന്നരുത്. തോന്നിയാൽ അവന്മാര് കൊല്ലും. അറിയാലോ, നിനക്ക് പാട്ടൊക്കെ അറിയാലോ? പാട്ടൊക്കെ അറിയാം. പാന്റ് ഇതൊക്കെ എടുത്തൊന്ന് മാറ്റി വെയ്. നിന്റെ ആ പാന്റ് താത്തിടാൻ പറ്റത്തില്ല. അതെന്ത് പറ്റി? ഒട്ടിച്ചു വെച്ചേക്കാണോ? അല്ല, എനിക്ക് വയറ് കാരണം കുനിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ താത്തിട്ട് തരും. ഒരു ഡിസിപ്ലിൻ വേണം. പാമ്പാട്ടിയാന്നുള്ള കാര്യം വെളിയിൽ കൊടുക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു വേണം. അപ്പൊ നിന്റെ പേരെന്താ? മുനിയാണ്ടി. മുനിയാണ്ടി അല്ല, മനു. മനുവാണ്ടി. ഈ ആന്റി ഞാൻ കട്ടി. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ മുനിയാണ്ടി ചേർത്ത് വെക്കാം. ഇപ്പൊ തൽക്കാലം മുനിയാണ്ടിയുടെ ആന്റിയെ കെട്ടിയിട്ട് മനു മാത്രമാണ്. ഒരിക്കലും പാമ്പാട്ടിയാന്നുള്ള പിടുത്തം കൊടുക്കരുത്. നിനക്ക് പാട്ടൊക്കെ അറിയാലോ? ക്രിസ്ത്യൻ പാട്ടൊക്കെ? പാട്ടൊക്കെ അറിയാം. 2 പാട്ട് പാട്. ആ പാട്ടറിയാലോ? അതേപോലെ വേറെ ഇസ്രായേലിൽ ഈ 2 പാട്ടെങ്കിൽ എന്താണെങ്കിലും നിനക്ക് പാമ്പാട്ടിയുടെ കുടലൂത അറിയാം. എനിക്ക് പക്ഷെ പേടിയാതെ എങ്ങനെ മേഡം മകുടി ഊതത്തില്ലേ? ശ്വാസം വെച്ചുള്ള കളിയല്ലേ? അതേപോലെ ഈ പാട്ട് നീ ക്ലാരിനെറ്റിൽ വായിച്ചാ മതി. ഓ എന്റെ നിവൃത്തികേട്. വർഗീസേ, നീ വന്നാ എവിടെ? ആളെ കിട്ടിയാ? എടാ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതാ. നിൽക്കുന്നു. സമാധാനമായി. എനിക്കറിയാം നീ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്നോട് പറഞ്ഞത്, ഫോണിൽ കൂടെ നീ എന്നോട് പറഞ്ഞത്, ഞാൻ എന്താ പള്ളിയുടെ പൈസ അങ്ങണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തു മനഃപൂർവ്വമാണ്. അങ്ങനെ പറയരുതായിരുന്നു. അല്ല ആന്റണി, അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിലും ഒക്കെ വായിക്കുന്ന നടക്കുന്ന ഒരുത്തനെയാണ് ഞാൻ തപ്പിയെടുത്തോണ്ട് വന്നത്. ആയിക്കോട്ടെ, ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഏറ്റതല്ല. നീ വിഷമിക്കാതെ. നീ അങ്ങനെ പറഞ്ഞു ഞാൻ ഉടായ്പ കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ആള് സമയത്തിന് കിട്ടൂല എന്നുള്ള വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയത്. നീ ക്ഷമി. കൊണ്ടുവന്നില്ലടാ ഞാൻ. ഒരു കിടുക്ക് ഒരു ഫുൾ അകത്തിരിപ്പുണ്ട്. കരോള് കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് അടിച്ച് പാമ്പാവാം. പാമ്പാവാൻ പുള്ളിക്കാരങ്ങടാ. പാമ്പാവാ എവിടെ പോകുമല്ലോ. അങ്ങനെയൊന്നും ഇല്ല.
അല്ല നമ്മള് പാമ്പാകുമ്പോ ഒരുമിച്ച് പാമ്പാകും പരിചയപ്പെടുത്ത്. ഇതാണ് പാമ്പാട്ടി മനു. പാമ്പാടി മനു. പാമ്പാട്ടി എന്നല്ലേ പറഞ്ഞു? അത് നീ കേട്ടതിന്റെ കുഴപ്പം. നീ കേട്ടതിന്റെ കുഴപ്പമല്ലേ? അല്ല അതാ പറഞ്ഞേ. അയ്യോ അല്ല, സത്യമായിട്ട് പാമ്പാടി മനു. യാതൊരു ട്രൂപ്പിൽ കളിക്കുന്നത് ജംഗ്ഷനില് അങ്ങനെ ഒരു ട്രൂപ്പിൽ ജംഗ്ഷൻ ഓർക്കസ്ട്ര പട്ടാമ്പി. അങ്ങനെ ഒരു ട്രൂപ്പ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു ട്രൂപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ട്രൂപ്പ് ഒന്നും ഞാൻ നിനക്ക് എല്ലാ കേട്ടിട്ടില്ല. ട്രൂപ്പും നിനക്ക് അറിയാവോ? എന്തൊരു എടാ അങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ട്. ഉണ്ടോ? ഓ, പിന്നെ നീ സമയം കളർന്ന് സംഭവം ശരിയാക്കാൻ നോക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമ്മള് ക്രിസ്മസ് പാപ്പയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാണണ്ടേ? വേറെ കേസുണ്ട്, വേറെ കേസുണ്ട്. ഞാൻ അങ്ങ് പോവും. കാരണം എന്താ പറയാ, എനിക്ക് പള്ളിയിൽ ഒരു പാട്ട് പഠിക്കാനുണ്ട്. മറ്റേ പാട്ട് എന്താ? ആ താരകൻ തന്നെ നോക്കി അത് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ നടക്കട്ടെ, ഞാനങ്ങ് വിടാം. ആന്റണി ഇത് കഴിഞ്ഞിട്ട് പോയി പഠിച്ചാൽ മതി. കാരണത്തിന് ആള് വായിക്കാൻ വന്നല്ലോ. അങ്ങനെയല്ലോ കരവുള്ളൂ. ആന്റണി വേണ്ടേ? എനിക്ക് പള്ളിയിലാ മറ്റേ പാട്ട് നമുക്ക് അവിടെ പോയി പിടിച്ചിട്ട് അല്ല, പഠിച്ചില്ല പാട്ട് മൊത്തം. എല്ലാരും ഇറങ്ങി വേണേ സംഭവങ്ങളില്ല. അടിപൊളി. എങ്ങനെയുണ്ട് ക്രിസ്മസ് പാപ്പ? അതെടുത്ത് വെച്ചോറ. എന്തായാലും നമ്മളെ പ്രസ്റ്റീജ് പരിപാടിയാണ് ഈ കരോള്. അപ്പൊ നമുക്കൊരു സാമ്പിൾ അടിച്ചാലേ. സാമ്പിള് കേക്കണം അല്ലേ? സാമ്പിള് എല്ലാരും വരൂ. നോക്കട്ടെ. ഞാൻ എനിക്കാണെങ്കിലും പള്ളിയിൽ ഒരു പാട്ട് പഠിക്കാനുണ്ട്. പാട്ട് കുഴപ്പമില്ല. എടാ ഒരു കാര്യം മറ്റേ ക്ലാരിനെറ്റ് എടുത്ത് കൊടുത്തില്ല. മെയിൻ സാധനം മറന്നു. അയ്യോ ക്ലാരിനെറ്റ് ഉണ്ടോ? ക്ലാരിനെറ്റോ? പള്ളിയിലെ മെയിൻ സാധനമാണ്. അതിനകത്ത് വല്ല പല്ലിയ പാമ്പ ഉണ്ടെങ്കിൽ പേടിക്കല്ലേ. പേടിപ്പിക്കല്ലേ, പേടിപ്പിക്കല്ലേ. അപ്പൊ ആന്റണി വാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ കറക്റ്റ് ആയിട്ട് പോയിട്ട് വേണം ഒരു കിടുക്കൻ ഈ കാര്യം. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഒരു സാമ്പിള് വായിച്ചു. സാമ്പിള് നല്ല പയ്യൻ ആണെന്ന് പറഞ്ഞാല് കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിട്ടാനില്ല. അപ്പൊ തുടങ്ങാം. ടെസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് പല മ്യൂസിക്കും ടെസ്റ്റ് ചെയ്യാമല്ലോ. ഗാനങ്ങളൊക്കെ ഇറക്കി എങ്ങനല്ലേ? ഞാൻ വിചാരിച്ചേ നീ എവിടെന്നാ പോയി ഒരു പാമ്പാട്ടി കൊണ്ടുവന്നത്. ഞാനെങ്ങനെ ചെയ്യുവോ? നമ്മുടെ പള്ളിയുടെ കാര്യം. നമുക്കൊരു പാട്ട് കേൾക്കാം. എനിക്കില്ല പാട്ട് പഠിക്കണമായിരുന്നു. മറ്റേ കഴിഞ്ഞിട്ട് പോന്നു ചുമ്മാ. അതെ ഇത് കഴിഞ്ഞിട്ട് കള്ളും ഒപ്പൊക്കെ ഉണ്ട്, കഴിച്ചിട്ട് പോവാം. ആളാ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാം. എന്താ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞു. നമുക്ക് എന്നാ തുടങ്ങാടാ. ഒരു തുടങ്ങാം. 1 2 3 4. സർപ്പത്തുള്ളതല്ലായിരുന്നു. ഇതും ഗുരുപൂജയിൽ പെടുവോ? പിന്നെ നടുവേദന എന്താ? ഇല്ല, ഇവന്റെ ഗുരു ഒരു പാമ്പാട്ടിയായിരുന്നു. ഗുരുവിനെ സ്മരിക്കാതെ ശിഷ്യന്റെ ഒരു വർക്കുണ്ടോ? ഇല്ല. അത് ഗുരു നിന്റെയാണോ? ആണ്. അതുകൊണ്ട് പറ്റിപ്പോടല്ലേ. മാത്രമല്ല ഈ പാട്ടിൽ അങ്ങനെ ഒരു ടോൺ കിടപ്പുണ്ടല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ഗുരുവിനെ ഓർത്തോടാ. കല്ല് ഞാൻ ഗുരുവിനെ ഓർത്ത് കാണും. അതാണ്. അപ്പൊ എന്നാ പിന്നെ ഒരു വേറെ പാട്ടായാല? മറ്റേ ഇസ്രായേലിൽ നല്ല പാട്ടാണ്. അതല്ലേ നല്ലത്. ഇസ്രായേൽ അത് 1 2 3 4.
അയ്യോ എന്തുവാ? ആന്റണി താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. ആന്റണി താരകം തന്നെ നോക്കി കൂട്ടുകാര് നടന്നു. പറവുള്ള കാര്യം പറഞ്ഞേ. പിന്നാണെങ്കിലേ നമ്മള് നേരത്തെ ക്ലാരനെറ്റിന് ഒരുത്തിനെ പറഞ്ഞു വെച്ച വന്നില്ലല്ലോ. നീ പറഞ്ഞല്ലോ എവിടെയെങ്കിലും ഒരാളെ കൊണ്ടുവരണമെന്ന്. നീയൊക്കെ എന്നെ അടിക്കൂന്ന് പേടിച്ച് ജംഗ്ഷനിൽ ഇരുന്ന പാമ്പാട്ടീനെയാണോടാ ഞാൻ വിളിച്ചോണ്ട് വന്നേ. അടിക്കല് ഞാൻ ഒരു സെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ. നീ ഒരു തെറ്റും ചെയ്തില്ല. ഞാനങ്ങ് പൊക്കോളാം. നീ പൊക്കോ. അതെ, ഞാൻ വന്നപ്പോ ഒരു ചാക്ക് കൊണ്ടുവന്നായിരുന്നില്ലേ? ചാക്ക് കൊണ്ടുവന്ന് അതിനകത്ത് 5 മൂർക്കനോ 8 അണലിയും കിടക്കുന്നു. ആ ചാക്ക് കിട്ടിയ ഞാനങ്ങ് പൊക്കോളാം. ആരെങ്കിലും കണ്ടുകൊണ്ട് എടുത്തോളാം. ആന്റണി നീ എന്തിനു കരയണത്? ആ ചാക്കാടാ പുല്ലേ നീയൊക്കെ ക്രിസ്മസ് പാപ്പയുടെ വയറാക്കി എടുത്ത് വെച്ചേക്കില്ല.